ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. യോഗ എന്ന മഹത്വം നമ്മളെല്ലാവരും ഒട്ടുമിക്കവരും യോഗ അഭ്യസിക്കുന്നവരാണ്. അത് അഭ്യസിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം നമ്മൾ എത്ര ഉണർന്നുണ്ട് നമ്മളുടെ സാധാരണക്കാരായ ഒരാൾക്ക് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും ജീവിത സാഹചര്യങ്ങൾ എത്രത്തോളം അത് പ്രയോജനപ്പെടുന്നുണ്ട് എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും നമ്മുടെ ജീവിതം സുഗമമാവുകയാണ് യോഗ അഭ്യാസങ്ങളിലൂടെ. അതിന് യോഗ അഭ്യസിക്കുന്നതോടൊപ്പം അറിവും കൂടെ സമന്വയിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു ആനന്ദാവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. നമ്മൾക്ക് യോഗ പഠിക്കുന്നവരാണ് എന്ന് മിക്കവരും പറയുന്നുണ്ട്, ഞങ്ങൾ യോഗ അഭ്യസിക്കുന്നവരാണെന്ന്. എങ്കിലും സാധാരണ പല സന്ദർഭങ്ങളിലും, സാധാരണ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സന്ദർഭങ്ങളിലും, ഈവൻ ഒരു ഇപ്പോൾ റീസെൻ്റായിട്ട് കണ്ടിരുന്ന കൈയൊടിഞ്ഞു ഒരു വ്യക്തിക്ക്. അപ്പോൾ കൈയൊടിഞ്ഞപ്പോൾ അവർ പിന്നെയും ട്രീറ്റ്മെൻറ്റുകൾ, അതിൻ്റെ സർജറി കഴിഞ്ഞു, പിന്നെയും ട്രീറ്റ്മെൻറ്റുകളിലൂടെയാണ് അവർ പോകുന്നത് കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെയും ലെഫ്റ്റ് ഷോൾഡറിൻ്റെ ഇവിടെ 2 എല്ലൊടിഞ്ഞതാണ്. ആ സന്ദർഭത്തിൽ ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യും, ഡെയിലി യോഗ അഭ്യസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രാണായാമം മെഡിറ്റേഷനൊക്കെ ചെയ്തിരുന്നു. 21-ാം ദിവസം തന്നെ നമ്മൾ വയനാട്ടിലൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു, പച്ചമരുന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ്. 21-ാം ദിവസം തുടങ്ങി, അത് കഴിഞ്ഞു, ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, സുഖമായി. എങ്കിലും നമ്മളുടെ കയ്യിനുണ്ടാകുന്ന ഇത്രയും ദിവസം കൈ നമ്മൾ വർക്ക് ചെയ്യാതിരുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ചെറിയ വ്യായാമങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് ഇപ്പോൾ കൈ സുഖമായിരിക്കുന്നു, വളരെ സുഖകരമായ അവസ്ഥയിലാണ് ഈ കൈ. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിൽ റൈറ്റ് ഹാൻഡിനും പ്രോബ്ലം ഉണ്ടായിരുന്നു. ഷുഗർ കാരണമാണെന്ന് ചിലർ പറഞ്ഞിരുന്നു. എങ്കിലും ആ പ്രോബ്ലത്തെയും നമുക്ക് ശരിയായിട്ടുള്ള വ്യായാമ രീതിയുടെ യോഗാഭ്യാസത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിച്ചു. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ശ്വാസമുട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്, അത് യോഗയിലൂടെയാണ് മാറിയത്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ ഉള്ളവർക്കും ഇതുപോലെ അഭ്യാസങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് യോഗാഭ്യാസ രീതിയിലൂടെ, യോഗാഭ്യാസം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഈശ്വരാനുഗ്രഹം മാത്രം. ഇത് നമ്മൾ തിരിച്ചറിയണം, യോഗ എന്ന മഹത്വത്തെ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള പ്രധാന കാരണം, യോഗയിലൂടെ മാനസിക പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരം കാണാം എന്നുള്ള അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. നമ്മുടെ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ള വ്യക്തികൾ. മനസ്സിൻ്റെ അവസ്ഥ, അതിനെ ശരിയാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതൊരവസ്ഥയാണ്. ചിലർക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ വലിയ പ്രധാനപ്പെട്ട വലിയ ഹോസ്പിറ്റലുകളും ട്രീറ്റ്മെൻറ്റ് 10-17 വർഷമായിട്ടൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന വ്യക്തികളൊക്കെയാണ്. അവർക്ക് ഉണ്ടാകാത്ത ഒരു മാറ്റം ഒരു 10 ദിവസത്തിനുള്ളിൽ അവർക്ക് വന്നു ചേരുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട്? അവരുടെ മനസ്സ് ശാന്തമാക്കണം. യോഗ അഭ്യസിക്കുന്നതിലൂടെ ഞാൻ വീണ്ടും അതിനെ ഒന്നും കൂടെ ഊന്നി പറയുകയാണ്. അഭ്യാസവും അറിവും സമന്വയിക്കുമ്പോൾ നമുക്ക് ചിന്തകൾ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. രണ്ടും കൂടെ സമന്വയിക്കണം. അപ്പോൾ ഇത്തരം വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ ക്ലാസ്സൊക്കെ ആവശ്യമുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ അറിവ് എന്താണ് അവർക്ക് കൊടുക്കേണ്ടതെന്ന് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അഭ്യാസം നമുക്ക് സിമ്പിൾ സൂക്ഷ്മ വ്യായാമങ്ങളിലൂടെ എങ്ങനെ കൊടുത്ത് അവർക്ക് ഉതകുന്ന രീതിയിൽ, അവർക്ക് അവരുടെ അവസ്ഥയ്ക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എടുത്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഈ 10 ദിവസത്തിനുള്ളിൽ തന്നെ അവർ ഒരുപാട് മാറിയിരിക്കുന്നു. അവരുടെ സാധാരണ ഒരു ജീവിതത്തിലേക്ക്, അവർക്ക് പലതും അറിയാം, നല്ല അറിവുള്ള വ്യക്തികളാണ്. പക്ഷേ ഡേ ടു ഡേ ലൈഫിൽ അവർക്ക് ഒന്നും ചെയ്യാൻ അറിയാത്ത അവസ്ഥയാണ്. സുഖകരമായിട്ട് അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അത്ഭുതകരമാണ്. ഇതാണ് യോഗയുടെ മഹത്വം. നമുക്ക് അതിലൂടെ മാറ്റിയെടുക്കാൻ മനസ്സ് ഫ്രീ ആയാൽ, മനസ്സ് പല പിടുത്തങ്ങളിൽപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാര്യങ്ങളുള്ളിൽ കിടക്കുന്നു. ഇനി വരാനുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടുന്നു. ഇതിൻ്റെ ആവശ്യമില്ല. എല്ലാം അറിയുന്ന ശക്തി നമ്മളിൽ തന്നെയുണ്ട്.
നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശക്തി, ഈശ്വരൻ എന്ന് വിളിക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. അതാ ശക്തി നമ്മളെ വേണ്ട പോലെ വേണ്ടിയിടത്ത് എത്തിച്ചിരിക്കും. അത് മനസ്സിലാക്കുക. നമ്മളുടെ ഈ ജന്മം തന്നെ അങ്ങനെയാണല്ലോ. നമ്മൾ പറഞ്ഞിട്ടല്ലല്ലോ, മഹത്തായ മനുഷ്യജന്മത്താൽ നമ്മളെല്ലാം അനുഗ്രഹീതരായിരിക്കുന്നു. ആരോഗ്യമുള്ള ഈ ശരീരം, ആരോഗ്യമുള്ള മനസ്സ് എല്ലാം തന്ന് അനുഗ്രഹിച്ച ഈശ്വരനോട് നന്ദി പറയാം. എല്ലാവരോടും നന്ദി പറയാം. ഇങ്ങനെ ഒരു അറിവ് നമ്മളിലേക്ക് ഉണ്ടായാൽ നമ്മൾ പ്രസൻറ്റ് ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കും. നമ്മളെല്ലാ സുഖങ്ങളും ഒരു പരിധി വരെ മാറ്റിയെടുക്കാൻ സാധിക്കും. മാറാത്ത അസുഖങ്ങളുണ്ടെങ്കിലും അതിൽ നമ്മൾ വിഷമിക്കില്ല. കാരണം ഉള്ളതിൽ നമ്മൾ ആനന്ദിക്കാൻ തുടങ്ങും. ഈ ഒരവസ്ഥ എല്ലാവർക്കും അറിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു.